സ്കൂൾ സമയമാറ്റത്തിൽ സമസ്ത പ്രത്യക്ഷ സമരത്തിലേക്ക്. സ്കൂൾ സമയമാറ്റം മദ്രസ പഠനത്തെ ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമസ്ത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. സർക്കാരിന് നൽകിയ പരാതി പരിഗണിക്കാത്തതിനെ തുടർന്നാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, ഈ സ്കൂൾ സമയമാറ്റം വല്ലാതെ ബാധിക്കുന്നുവെന്നാണ് സമസ്ത പറയുന്നത്. അതായത് സർക്കാർ വഴങ്ങാനിരിക്കുന്നു, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കൃഷ്ണരാജ് തീർച്ചയായും പറഞ്ഞത് അതേപടി ശരിയാണ്. അതായത് നേരത്തെയൊക്കെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എടുത്തിരുന്ന നിലപാട് ഈ സ്കൂൾ സമയമാറ്റത്തിൽ തങ്ങൾ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നാണ്. എന്നാൽ ഇനി മുതൽ അതിനൊരു അയവുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സമസ്ത പോലുള്ള സംഘടനകൾ അവരുടെ നിലപാട്, അതായത് ഈ സ്കൂൾ സമയമാറ്റം അത് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷമായി തന്നെ സമരത്തിലേക്ക് അടക്കം കടക്കാനുള്ള നീക്കം നടക്കുകയാണ്. സമസ്ത മാത്രമല്ല, മറ്റ് മത സംഘടനകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു സമരം സംഘടിപ്പിക്കാൻ, അതായത് വരും ദിവസങ്ങളിൽ ഇത്തരം സമരങ്ങൾ ഉണ്ടാകുമെന്നാണ് സമസ്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ സമസ്ത ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ സ്കൂൾ സമയം അത് വർദ്ധിപ്പിക്കുന്നത് ഈ മദ്രസ പഠനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഈ മദ്രസ ആ സമയത്ത് അവരോട് കൃത്യമായി തന്നെ അത് മദ്രസ ഈ പഠനം കുറച്ച് അല്പം മാറ്റിവെച്ചൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് മാറ്റാൻ കഴിയില്ല. അതായത് മദ്രസ പഠനം അത് രാവിലെ 6 മണി മുതൽ തന്നെയാണ് ആരംഭിക്കുന്നത്. ആ സമയത്ത് തന്നെ തങ്ങൾക്ക് ആ പഠനം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്കൂൾ സമയമാറ്റം അതിൽ ചില വിട്ടുവീഴ്ചകൾ നടത്തും എന്നൊരു നിലപാടാണ് സമസ്ത. ഈ നേരത്തെ തന്നെ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു കത്ത് അയച്ചിരുന്നു. ഈ കത്തിന് സർക്കാർ മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തങ്ങൾ ഇത്തരത്തിൽ തങ്ങളുടെ നിലപാട് കടുപ്പിക്കാൻ ഒരുങ്ങുന്നത്, പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത് എന്നതാണ്. മറ്റൊന്ന്, ഈ മദ്രസ പഠനത്തെ മുഴുവൻ ഇത് ബാധിക്കില്ല. പക്ഷേ തങ്ങളുടെ മദ്രസ പഠനത്തിന്റെ സമയം, ആ സമയം ഇത്തരത്തിൽ സ്കൂൾ സമയമാറ്റം മാറ്റുന്നതിലൂടെ ആ മദ്രസ പഠനത്തിന്റെ സമയം കുറയുന്നു എന്നുകൂടിയാണ് സമസ്ത പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് സമസ്ത കടക്കും. ഈ സന്ദർഭത്തിൽ ലീഗ് എടുക്കുന്ന ഒരു നിലപാട് അതേറെ നിർണായകമായിരിക്കും. നേരത്തെ ഒന്നും തന്നെ ലീഗ് പ്രത്യക്ഷമായി ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാടുമായി അല്ലെങ്കിൽ സമസ്തയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ സമസ്ത ഇത്തരത്തിലൊരു തങ്ങളുടെ നിലപാട് കടുപ്പിച്ച് മറ്റ് മതസംഘടനകൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് അടക്കം കടക്കുന്ന സമയത്തിന് ഒരു വിധത്തിലും ലീഗിന് ഈ സമരത്തെ അവഗണിക്കാൻ കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ലീഗ് കൂടി ഇത്തരത്തിൽ സമസ്തയ്ക്കൊപ്പം ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഇരുകൂട്ടരും ഒരുമിച്ച് ഒരു സമരം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും സർക്കാരിന് തങ്ങളുടെ നിലപാടിൽ നിന്ന് അയയേണ്ട അവസ്ഥ ഉണ്ടാകും. നേരത്തെയൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്, ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിഷയത്തിൽ സമസ്ത കൃത്യമായി തന്നെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി. ഈ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഈ എടുത്ത നിലപാടിൽ സ്കൂൾ സമയമാറ്റത്തിൽ പ്രത്യക്ഷ സമരത്തിന് സമസ്ത തയ്യാറെടുക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.